ഓം നമോ നാരായണായ. നാരായണീയം ദശകം 13. ഹിരണ്യാക്ഷവധം. ഹിരണ്യാക്ഷനുമായി ശ്രീ വരാഹമൂർത്തി യുദ്ധം ചെയ്തതും ഹിരണ്യാക്ഷവധവും മഹർഷിമാരുടെ സ്തുതിയുമെല്ലാമാണ് ഈ ദശകത്തിൽ ഉള്ളത്. അസുര നിഗ്രഹ സമയത്ത് ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ഭഗവത് ഭക്തന്മാർ ഭഗവാനെ സഹായിക്കാനെത്തും. ഇവിടെ ഭഗവാന്റെ സഹായത്തിനായി നാരദ മഹർഷി വന്നു ചേർന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ദശകം തുടങ്ങുന്നത്. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജമപി നിന്ദൻ തവ ബലം. അങ്ങനെ അതിഭയങ്കര ആകാരനായ അസുരൻ തൻ്റെ കാൽമുട്ടിനു താഴെ നിൽക്കുന്ന മഹാപ്രളയകാല ജലത്തിൽ, ഇവിടെ ഹിരണ്യാക്ഷൻ്റെ കാൽമുട്ടിനു താഴെയാണ് ജലനിരപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അസുരൻ്റെ വലുപ്പം നമുക്ക് ഊഹിക്കാം. അങ്ങനെ ആ ജലത്തിൽ ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്ന ഹിരണ്യാക്ഷൻ്റെ അടുത്തേക്ക് ഭഗവാന്റെ പരമഭക്തനായ, ഭഗവതിച്ഛയനുസരിച്ച് കപടം പ്രയോഗിക്കുന്നതിൽ സമർത്ഥനുമായ നാരദ മഹർഷി എത്തുന്നു. എന്നിട്ട് ദൈത്യനായ ഹിരണ്യാക്ഷനെ സ്തുതിച്ചുകൊണ്ടും അതേസമയം ഭഗവാന്റെ ബലത്തെ നിന്ദിച്ചുകൊണ്ടും സാവധാനത്തിൽ പറഞ്ഞു. ഇതെല്ലാം ആ മായാവിയായ വിഷ്ണുവിൻ്റെ പണിയാണ് എന്ന് പറഞ്ഞ് ഹിരണ്യാക്ഷന് ഭഗവാനെ കാണിച്ചു കൊടുക്കുന്നു. സ മായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിത നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപത് ധരണീധരമുദ്യന്തമുദഗാത്. ഭഗവാന്റെ ഭക്തന്മാർക്കെന്ന പോലെ ശത്രുക്കൾക്കും നാരദ മഹർഷി മാർഗോപദേശം നൽകാറുണ്ട്. ഹിരണ്യാക്ഷനോട് പറയുന്നു, ആ മായാവിയായ വിഷ്ണു മായയെ ആശ്രയിച്ച് അങ്ങയുടെ അധീനത്തിലായിരിക്കുന്ന ഭൂമിയെ കൊണ്ടുപോകുന്നു. വലിയ കഷ്ടം തന്നെ, ഇതെന്തൊരവസ്ഥയാണ്, ഇത് അങ്ങയെ അപമാനിക്കാൻ തന്നെയാണ് എന്ന് ഹിരണ്യാക്ഷനെ ധരിപ്പിച്ചു. മൂഢനായ ഹിരണ്യാക്ഷനാകട്ടെ ഇത് കേട്ട് ക്രോധം പൂണ്ട് അപ്രകാരമുള്ള വിഷ്ണു എവിടെ എവിടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് നാരദ മഹർഷിയെ പിന്തുടർന്നു. അങ്ങനെ നാരദ മഹർഷി ഹിരണ്യാക്ഷനെ ഭൂമിയെ ധരിച്ചുകൊണ്ടിരിക്കുന്ന വരാഹമൂർത്തിയുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തു. ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയെ കണ്ട് പരിഹസിക്കുന്നു. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈൻ ദുരുക്തൈർവിദ്യന്തം ദിതിസുതം അവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധൗ വാധായ പ്രസവമുദയുങ്കതാമൃതവിദൗ. കഷ്ടം, തനിക്ക് എതിരിടനായി ഈ കാട്ടുമൃഗത്തെയാണോ കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് ഭഗവാനെ പുച്ഛിച്ചു. മാത്രമല്ല പലതരത്തിലുള്ള ദുർവാക്കുകൾ പറഞ്ഞ് ഭഗവാനെ വേദനിപ്പിച്ചു. ഭൂമിയാണെങ്കിൽ അസുരനെ കണ്ട് ഭഗവാന്റെ തേറ്റമേലിരുന്ന് ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഭഗവാൻ അസുരൻ്റെ ജൽപ്പനങ്ങളൊന്നും വകവയ്ക്കാതെ തൻ്റെ പ്രഭാവത്താൽ ഭൂമിയെ സമുദ്രത്തിനു മീതെ ഉറപ്പിച്ചു നിർത്തിയിട്ട് ഒട്ടും കൂസാതെ യുദ്ധത്തിന് തയ്യാറായി നിന്നു. അസുരനും യുദ്ധത്തിനൊരുങ്ങി. ഗദാപാണൗ ദൈത്യേ ത്വമഭിഹി ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോദ്ഘുഷ്ടവിയത രണാലോകൗത്സുഖ്യാന്മിളതി സുരസംഘേ ധ്രുമമമും നിരുദ്ധ്യാസന്ധ്യാത പ്രഥമമിതിദാത്രാ ജഗതിഷേ. ഗദയും ധരിച്ചുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന ഹിരണ്യാക്ഷനെ എതിരിടാൻ ഭഗവാനും അത്യുന്നതമായ ഗദയെടുത്തു. അങ്ങനെ ഇരുവരും യുദ്ധമാരംഭിച്ചു. അപ്പോൾ ഗദകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഘടഘട ശബ്ദം കൊണ്ട് ആകാശം മാറ്റൊലി കൊണ്ടു. ഈ ശബ്ദം കേട്ട് യുദ്ധം കാണാൻ താൽപ്പര്യം വർദ്ധിച്ച ദേവസമൂഹം ആകാശത്തിൽ അണിനിരന്നു. സന്ധ്യാസമയം ശക്തി വർദ്ധിക്കുന്നതാകയാൽ അസുരൻ ജയിച്ചേക്കുമോ എന്ന് ഭയപ്പെട്ട ബ്രഹ്മാവ് അവനെ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ നിഗ്രഹിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വിവരിക്കുന്നു. ഗതോന്മർദ്ധേ തസ്മിൻ സ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ഛടിതി പതിതാം അഹഹഭോ
മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനജനം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുചിഷേ. ആ ഗദായുദ്ധത്തിൽ അസുരൻ്റെ ഗദാപ്രഹരം നിമിത്തം ഭഗവാന്റെ ഗദ നിലത്തു വീണു. അപ്പോൾ ആശ്ചര്യം തന്നെ, ഭഗവാൻ പുഞ്ചിരിക്കുകയാണുണ്ടായത്. ശത്രുഭാവത്തിലാണെങ്കിലും എല്ലായ്പ്പോഴും ഭഗവാനെ ധ്യാനിക്കുന്ന ആ അസുരനിൽ വാത്സല്യം തോന്നിയപ്പോൾ താൻ ജയിച്ചുവെന്ന് അവൻ കരുതിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ തൻ്റെ ഗദയെ നിലത്ത് വീഴ്ത്തുകയാണുണ്ടായത്. അതുകൊണ്ടാണ് ഭഗവാൻ പുഞ്ചിരി തൂകിയത്. അസുരവർഗത്തെ വേരോടെ ഇല്ലാതാക്കുന്നത് കൊണ്ട് പ്രസിദ്ധമായ സുദർശനം എന്ന ചക്രം കൊണ്ട് അസുരനെ നിഗ്രഹിക്കാൻ നിശ്ചയിച്ച ഭഗവാൻ സ്മരിച്ച മാത്രയിൽ തന്നെ ആ ദിവ്യായുധം ഭഗവാന്റെ കരങ്ങളിലെത്തി. അങ്ങനെ ഭഗവാൻ സുദർശന ചക്രം ധരിച്ച് ശോഭിച്ചു നിന്നു. ഭഗവാനും അസുരനും തമ്മിലുള്ള യുദ്ധം മൂർച്ഛിക്കുന്നു. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേനത് കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുതൻ ത്വാം സമതനോത് ഗളന്മായേ മായാ ത്വയി കില ജഗന്മോഹനകരീ. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കണ്ട് അന്തകനെപ്പോലെ കോപിഷ്ഠനായ അസുരൻ ഭഗവാന്റെ നേരെ ശൂലം പ്രയോഗിച്ചു. അപ്പോൾ ഭഗവാൻ തൻ്റെ ചക്രം കൊണ്ട് പ്രഹരിച്ച് അതിനെ ഛിന്നഭിന്നമാക്കി. അപ്പോൾ അസുരൻ മുഷ്ടി കൊണ്ട് ഭഗവാനെ പ്രഹരിച്ച് വേദനിപ്പിച്ചു. പിന്നീട് വർദ്ധിച്ച കോപത്തോടെ സർവമായകളുടെയും നിയന്താവായ ഭഗവാനെ തൻ്റെ മായാശക്തി കൊണ്ട് വിജയിക്കാം എന്ന് കരുതി മായാസമ്പർക്കം ഒട്ടുമില്ലാത്ത ഭഗവാനെ മോഹിപ്പിക്കാൻ ലോകത്തെ അന്ധാളിപ്പിക്കുമാറുള്ള പല കപടപ്രയോഗങ്ങളും ചെയ്തു. വീണ്ടും യുദ്ധം തുടരുന്നു. ഭവചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തതോ മായാചക്രേ വിദധഘനരോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭിരഭിനന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. അസുരനാൽ പ്രയോഗിക്കപ്പെട്ട മായയെല്ലാം ഭഗവാന്റെ സുദർശന ചക്രത്തിൻ്റെ തേജസ് കൊണ്ട് അകന്നുപോയി. അപ്പോൾ കോപം മൂത്ത് വിവേകം നഷ്ടപ്പെട്ട അസുരൻ തൻ്റെ മുഷ്ടി കൊണ്ട് ഭഗവാനെ കഠിനമായി പ്രഹരിക്കാൻ തുടങ്ങി. ഈ അവസരത്തിൽ ഭഗവാൻ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് അസുരൻ്റെ ചെവിയുടെ അടിഭാഗത്ത് ശക്തിയോടെ അടിച്ചു. ഹിരണ്യാക്ഷന് മോക്ഷം ലഭിക്കുന്നു. മഹാകായസോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപദദ് ഋഷിഭിശ്ലാഘിതഹതി തദാ ത്വാമുദ്ധാമപ്രമദപരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിസ്തുതിഭിർ അനുവന്നധ്വരതനും. എത്രയോ വലിയ ശരീരത്തോടു കൂടിയ ആ അസുരൻ ഭഗവാന്റെ കാൽ ചവിട്ടേറ്റപ്പോൾ രക്തം ഛർദ്ദിച്ച് താഴെ വീണു. ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെ പ്രാണത്യാഗം ചെയ്ത ആ അസുരൻ്റെ നിഗ്രഹത്തെ മുനിമാരെല്ലാം പ്രശംസിച്ചു. പിന്നീട് ദുഷ്ടനിഗ്രഹം സാധിച്ചതിലുള്ള സന്തോഷം കൊണ്ട് മഹർഷിമാരെല്ലാം ഭഗവാനെ യജ്ഞസ്വരൂപനായി കൽപ്പിച്ച് പ്രശംസാ വാക്കുകൾ കൊണ്ട് സ്തുതിച്ചു. ഭഗവാന്റെ വരാഹാവതാരത്തെ ഋഷിമാർ യജ്ഞസ്വരൂപനായി സ്തുതിക്കുന്നു. ത്വജിച്ഛന്തോ രോമസ്വപി കുശഗണശ്ചക്ഷുഷി ഘൃതം ചതുർഹോദാരോഘ്രൗ സൃഗഭി വദനേ ചോദരൈഡാ ഗൃഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപസദാ. ഭഗവാന്റെ വരാഹാവതാരത്തിനെ ഋഷിമാർ യജ്ഞസ്വരൂപനായിട്ട് സ്തുതിക്കുന്നു. യജ്ഞത്തിൻ്റെ പല അംഗങ്ങളെയും ഭഗവാന്റെ അംഗവിശേഷങ്ങളായി കൽപ്പിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ ത്വക്കിൻ്റെ സ്ഥാനത്ത് ഗായത്രി മുതലായ ഛന്ദസ്സുകളും, രോമങ്ങളുടെ സ്ഥാനത്ത് വേണ്ടുവോളം ദർഭപ്പുല്ലും, കണ്ണുകളുടെ സ്ഥാനത്ത് നെയ്യും, കാലുകളുടെ സ്ഥാനത്ത് 4 ഹോതാക്കളും, വായുടെ സ്ഥാനത്ത് സ്രുവവും, ഉദരത്തിൻ്റെ സ്ഥാനത്ത് ഇട എന്ന പുരോഢാശ പാത്രവും, നാവിൻ്റെ സ്ഥാനത്ത് സോമരസപാത്രങ്ങളും, ചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളുമാകുന്നു. അല്ലയോ സർവവ്യാപിൻ, അവിടുത്തെ രേതസ് സോമരസമാകുന്നു. അങ്ങയുടെ കണ്ഠപ്രദേശത്തിങ്കൽ ഉപസത്തുക്കൾ എന്ന ഇഷ്ടിവിശേഷങ്ങളും ഭവിക്കുന്നു. തൻ്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി ഭഗവാൻ വൈകുണ്ഠലോകം പ്രാപിക്കുന്നു.
മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യാ മൂർത്തിയാ വിമലതരകീർത്തിയാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമപി വാതാലയപദേ. മഹർഷി ശ്രേഷ്ഠന്മാരുടെ സ്തുതിവചനങ്ങൾ കേട്ട് ഭഗവാൻ ആഹ്ലാദചിത്തനായി വലുതായ ശരീരത്തോടും അതിവിശുദ്ധമായ യശസ്സോടും കൂടി വിളങ്ങി പരമാനന്ദത്തോടെ വിഹരിക്കുന്നവനായി സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. ഇപ്രകാരം ലോകാനുഗ്രഹത്തിനായി അവതാരലീലകൾ കൈക്കൊള്ളുന്നവനായ ഭഗവാനെ ഗുരുവായൂരപ്പ തൻ്റെ സകല പീഡകളെയും നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കവി ഈ ദശകം ഉപസംഹരിച്ചിരിക്കുന്നു.